അത് കാണിക്കണ്ടായിട്ട് ഒന്നാം ആ പെൺകുട്ടി വലിച്ചിട്ടില്ലേ ഒരു കൊലപാതകമാണെന്ന് ഒരു ജീവന് വിലയില്ലേ തോന്നിവാസം പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പസിനകത്ത് ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ട് ആ പോലീസുകാർ പോയി അവരെ പിടിക്കാണ്ട് സമരം ചെയ്ത് പ്രതിഷേധിക്കുന്ന KSUകാർ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ വലിച്ചെടുക്കുക. ആ തോന്നിവാസനൊക്കെ മറുപടി പറയും, ഉത്തരം പറയേണ്ടി വരും. ആരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന്. അധ്യാപകരായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവിടെ തീർത്തോണം. വിദ്യാർത്ഥികളെ മെക്കിട്ടല്ല തീർക്കുന്നത്. അല്ലല്ല, ഇത് പോലീസിന് കൃത്യമായ താല്പര്യമുണ്ട്. ആ താല്പര്യം മറ്റൊന്നുമല്ല. ഇവിടുത്തെ പല അധ്യാപകരിൽ നിന്നും എന്തൊക്കെയോ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അല്ലാതെ ഇവരുടെ പെരുമാറ്റം ഈ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിദ്യാർത്ഥി മരിച്ച് 3-4 ദിവസം കഴിഞ്ഞ് ഒരു തരത്തിലുള്ള നീതി കൊടുക്കാതെ സ്വന്തം അച്ഛനും അതേപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നിതിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി വോയിസിൽ പറയുക HOD ഞങ്ങളെ മർദ്ദിക്കുമെന്നും HOD ഞങ്ങളെ കൃത്യമായി പുറത്തും തല്ലുമെന്നും ഇന്റേണൽ മാർക്ക് കുറക്കുമെന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ പറഞ്ഞ കാര്യം നിതിൻ വെളിപ്പെടുത്തിയാണ്. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഈ അധ്യാപകൻ കാലന്റെ റോളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ മുന്നോട്ട് പോകും. ഇതിന് മാത്രം എന്ത് തെറ്റായത്? ആ പാവപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട പ്രതിഷേധിക്കാൻ വന്നതല്ലോ. ആ കൊല്ലപ്പെട്ടപ്പോ പ്രതിഷേധിക്കാൻ വന്നതല്ലേ? എന്തിനാ ഞങ്ങളെങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാ മുണ്ടിലാണ് എന്ത് പുല്ല് പോലീസുകാർ ആരെ സംരക്ഷിക്കുന്നത്? ആരെ സംരക്ഷിക്കുന്നത്? ആൾക്കാരെ സംരക്ഷിക്കുന്ന പിന്നെ ആ സുഹൃത്തെ കേരേ നിങ്ങൾ ടൈറ്റാക്കല്ലേ നിതിന്റെ പോരാട്ടാണ്. ചാവണ്ടി വന്നാലും അഭിമാനമേ ഉള്ളൂ പോലീസ്. എന്താ തോന്നി വിളിക്കില്ലാന്ന് മാറിക്കണേ. എന്താണ് നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിടിച്ച് വലിക്കുക, കൊണ്ട് കീറുക. ആർക്ക് സംരക്ഷണം ഒരുക്കാനാണ്? ആർക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ടീച്ചേഴ്സിനോ അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റിനോ? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ നോക്കിയാ ശാരീരികമായി തളർന്നിട്ടുള്ളത്. ഇങ്ങനത്തെ പിടിവിൽ നിങ്ങൾ 5 പേരും ഒരുത്തം മാത്രമല്ലേ? ഒരു വിദ്യാർത്ഥിയല്ലേ? എന്തൊരു കഷ്ടം! നിങ്ങളെ വീട്ടിൽ മക്കന്മാരൊന്നില്ലേ? ഡെന്റൽ കോളേജ് ക്യാമ്പസിലാണ് KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം നടക്കുന്നത്. അവരവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. എന്നാൽ KSU പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്ന സാഹചര്യമല്ല ഉള്ളത്. നമുക്ക്